നാടൻ മാങ്ങ അല്ലെങ്കിൽ കാട്ടുമാങ്ങ. ഞാൻ ഇന്നൊരു മാങ്ങ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. മാമ്പഴ പുളിശ്ശേരി. മാമ്പഴം, പച്ചമുളകും 2 ചുമന്നുള്ളിയും അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതിന് എണ്ണയ്ക്കകത്ത് താളിക്കാനുള്ള സാധനമാണ് ഉള്ളി, കറിവേപ്പില, വത്തൽമുളക്, കടുകും കൂടി ഇടും. എണ്ണയും വേണം. അരയ്ക്കാനുള്ള സാധനങ്ങളാണിത്. ഇത് തേങ്ങ, വെളുത്തുള്ളി, ജീരകം. ഇത് തൈരിനകത്താണ് ഇത് അരയ്ക്കുന്നത്. തൈര് ഇതിനകത്ത് ചേർത്തിട്ടാണ്, മുട്ടും വെള്ളം ചേർക്കല്ല, തൈര് ചേർത്താണ് ഇത് അരയ്ക്കുന്നത്. തേങ്ങ അരച്ച് കഴിഞ്ഞു. എണ്ണ അടുപ്പിൽ വെച്ചു. കടുകിടുന്നു. 2-3 ഉലുവ ഇടുന്നു. ഉള്ളി, വത്തൽമുളക്, കറിവേപ്പില. ഇത് മൂത്ത് കഴിഞ്ഞു. ഇനി ചേർക്കാൻ പോകുന്നത് തേങ്ങ തൈരിനകത്ത് അരച്ചത്. അല്ല, തൈര് ചേർത്ത് അരച്ചതാണ്. അതങ്ങ് ചേർക്കാം. മാങ്ങയിൽ ഉപ്പ് ചേർത്തതാണ്, എങ്കിലും അല്പം ഉപ്പും കൂടി ചേർക്കാം. ഇത് നന്നായി ചൂടായി. ഇനി ഇതിലേക്ക് മാമ്പഴം ചേർക്കുകയാണ്. അപ്പോൾ എല്ലാം റെഡിയായി. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. ഉണ്ടോ? മാമ്പഴ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. ഇനി ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ അല്ലൂസ് ആൻഡ് ന്യൂമറസ് വ്ളോഗാണ്. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് മാമ്പഴ പുളിശ്ശേരി വെച്ച് നോക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. ശരി, ഓക്കേ.